കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം സാർ. നമസ്തേ. ഈ അടുത്ത് ശ്യാമപ്രസാദ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അഗ്നിസാക്ഷിയിൽ പാട്ടിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, വാർത്തിങ്കൾ ഉദിക്കാത്ത വാസ്തന്ന രാത്രിയിൽ എന്തിനെ അഷ്ടമംഗല്യം എന്ന പാട്ട്, അതിൽ ഒരു വരിയിൽ ആ സിനിമ മുഴുവനുമുണ്ട് എന്ന് സാറ് പറഞ്ഞു. ഇനി എത്ര ഋതുക്കളെ ഇനി എത്ര ദൂരം പോകണമെന്ന് പറയുന്നത്, അതായത് ആ പെണ്ണിന്റെ അവസ്ഥ മാത്രമല്ല, എത്ര ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലാണ് അവസ്ഥ മാറുക എന്നുള്ള കാര്യമാണ് സാർ അതിനകത്ത് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ തന്നെ ആ പാട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിരുന്നത്. അതൊരു ഭംഗിയാണല്ലേ, ഒരു സിനിമയുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതന്നെ ശ്രമിക്കുന്നത് ഞാൻ എപ്പോഴും. അങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ ഇതിൽ എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെ, അത് പൊതുവെ ലോകത്തിന് മുഴുവനുള്ളതാണ്. അതെ അതെ. അത് അമ്മയായാലും അച്ഛനായാലും കാമുകിയായാലും ഭാര്യയായാലും ഒക്കെ ബാധക അല്ലേ. എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ, നീ പാടിയതുകൊണ്ടാണ് എൻ്റെ ജന്മം പൂമരമായത്. അതിൽ പിന്നെ ഒരു വരിയും കൂടെ വന്നിട്ടുണ്ട്, ഞാൻ അറിയാതെ തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു. അതും പ്രണയത്തിന്റെ ഒരു സംഭവം. അതെ 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 അതെ. അതും ആ സിനിമയിൽ ആ കഥയായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ പാതിരാമഴയേതോ ഹംസഗീതത്തിനകത്ത് കൂരിരുൾ ചിമിഴിൽ മൗനവും മാത്രം. അതെ, അവളുടെ അവസ്ഥ അതാണ്. ശരി. അത് കഥ അറിയുന്നത് കൊണ്ടാണ്. അതെ, കഥ അറിയുന്നതും ഞാൻ അതിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് രസമായിട്ട് വന്നിട്ടുണ്ട്. കൂരിരുൾ ചിമിഴിൽ ഞാനും മാത്രം. നമ്മളൊക്കെ അങ്ങ് രാത്രികളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പാട്ടാണ്. അത് ഔസേപ്പച്ചന്റെ അസാധ്യ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഉള്ളടക്കത്തിൽ. അതുപോലെ തന്നെ ഈ അടുത്ത് ബിനീത എന്ന് പറഞ്ഞ ഗായിക സംസാരിക്കുന്ന സമയത്ത് സാറിന്റെ പൂജാബിംബം വീഴി തുറന്നു, അതിനകത്ത് അതും കഥയാണ്. സൂര്യനും സ്വന്തം ചന്ദ്രനും സ്വന്തം സന്ധ്യയെ നീ സ്വന്തം, അതാണ് കഥ. സന്ധ്യ മിഡിലാണ്, ആരുടെ അവകാശം, മോഹൻലാൽ മമ്മൂട്ടി, തീർച്ചയായിട്ടും ജൂഹി ചൗളയല്ലേ. ഞാൻ വേറൊരു പാട്ടിൽ ഇതേപോലെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, കാശിത്തുമ്പക്കാവായി നീലവാനം മേടപ്പാടം നീലെ ശ്യാമരാഗം എന്ന് പറയുന്ന പാട്ടില് വെൺമേഘപ്പാടിൻ മതമിളകും പൊന്നാനച്ചന്തം തെളിയവേ, മേഘപ്പാടിന് മതമിളകി പൊന്നാനച്ചന്തം തെളിയവേ. അത് മേഘത്തെയാണ് സാർ അങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നത്. മേഘപ്പാടിൻ മതമിളകും പോലെ ആനച്ചന്തം ആ മേഘത്തില് രൂപങ്ങൾ തെളിയാണ്. പക്ഷെ ഈ കഥയിൽ എല്ലാവർക്കും കുറച്ചൊരു അതിലെല്ലാവർക്കും വട്ടാണ്. അത് ഭയങ്കര ഹാപ്പിനെസ്സാ, അത് ഭയങ്കര ഫിലോസഫിയാണ്. വട്ടില്ലാത്ത ഒരുത്തനും ഇല്ല ഈ ലോകത്തിൽ എന്നുള്ളതാണ്. അത് ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടല്ലേ. അത് കേട്ടപ്പോ എനിക്ക് തോന്നി, ഇതിലും സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ എന്ന് തോന്നുന്നില്ലേ? അതൊക്കെ ഇങ്ങനെ അറിയാതെ വരുന്നതാണ്, ഞാൻ അറിഞ്ഞോണ്ട് വരുന്നതല്ല. അല്ല, എങ്കിലും ആ പടത്തിൽ തന്നെ അത് കൃത്യമായിട്ട് വരണോ? തീർച്ചയായിട്ടും അതെനിക്ക് ഭയങ്കര രസം തോന്നിയതാണ്. ഈ കാശിത്തുമ്പക്കാവ് ഈ അടുത്ത് നമ്മൾ ഒരുപാട് കവർ വേർഷൻസ് വന്നിട്ടുള്ളതാ. കവർ വന്നപ്പോൾ കൂടുതൽ ഹിറ്റായി. അപ്പോൾ ഞാൻ ഔസേപ്പച്ച സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ അന്നത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ന് അതെ അതും ഔസേപ്പച്ച സാറിൻ്റെ പാതിരാമഴയുടെ ഒരു അനുഭവമുണ്ട്. ഒരു ചെറിയൊരു നൊസ്സുള്ള ഒരാളാണ് ഇവിടെ, ഈ അടുത്തുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് എന്നെ, ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടെ നിന്ന് കാണാൻ തന്നെ ഏട്ടാന്ന് പറഞ്ഞ ഒരു നമ്പൂരിക്കുട്ടിയാണ്. അവൻ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ആ പാതിരാമഴ എന്നുള്ളത് എൻ്റെ പാട്ടാണ് ഏട്ടൻ എഴുതിയത് എന്നോട് പറഞ്ഞു. വിടുന്നില്ല എന്നെ. അത്ര അവൻ്റെ ഹൃദയമായിട്ട് ചേർന്നതാണ്. അതൊരു ലേശം അതാണ് ആ ഒരു മാറ്റമുള്ളത്. അതിലും അങ്ങനെ ഉണ്ടല്ലോ, ഉള്ളടക്കത്തിൽ ആ ബുദ്ധി പ്രശ്നമുള്ള ആൾക്കാരാണല്ലേ. അങ്ങനെ ചിലപ്പോൾ അതങ്ങ് കയറി കൊളുത്തു. ദേശാടനത്തിലെ പാട്ടിലും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ കളിവീട് ഉറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ, ഈ കളിവീട് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രയോഗം സാറ് പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അത് ശരിക്കും ചിരിയും കളിയുണ്ടായിരുന്ന വീട് ഉറങ്ങി എന്നുള്ള അർത്ഥത്തിലാണോ? കുട്ടികളുടെ കളിവീടുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. കളിവീടുണ്ട്. അവൻ ഉണ്ടാക്കി വെച്ചിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെറുതെ കിടക്കുക, ഇവൻ പോവല്ലേ. അതെ അതെ, ആ യാത്രയുടെ ഒരു പ്രശ്നമാണ്. അതിലും എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ പാട്ട് എൻ്റെ മോൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ, ദീപു പഠിക്കാൻ പോകുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സ് തോന്നി അത്രയും വികാരം ഉണ്ടായത്. ഇതാണ് മറ്റേ വിരഹത്തിൻ്റെ ഒരു സംഭവമാണത്. അവൻ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ഫറോക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു. അവന് എന്നെയും എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് അവനും വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടല്ലോ. എൻ്റെ താരാട്ടുകളെല്ലാം എൻ്റെ കുട്ടികളെ പറ്റിയാണ്. ശരിക്കും അത് ലോകത്തിലെ
എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണെങ്കിലും എൻ്റെ കുട്ടികളെ നോക്കിയിട്ടാണ് ഞാൻ പാടുന്നത്. എൻ്റെ ഉണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങുക എന്ന് പറയുന്നത് ദീപു ചെറിയ കുട്ടിയായ സമയത്ത് തിരുവനന്തപുരത്തുള്ള സമയത്ത് അന്ന് രാജീവ് ഗാന്ധിയൊക്കെ അതിലൂടെ അതിനടുത്തേക്കൂടെ റോഡിലൂടെ ഇങ്ങനെ പോകുമല്ലോ എയർപോർട്ടിൽ പോകുമ്പോൾ. അപ്പോൾ ഞാൻ തമാശ പറയും, രാജീവ് ഗാന്ധി ഇവിടെ വന്നാൽ പോലും ഞാൻ ബാതിൽ ഓർക്കില്ല, എൻ്റെ മോനെ ഉറങ്ങുകയാണ്. അത് എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടാണത്. അങ്ങനെ പറയുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ പോലും എൻ്റെ കുഞ്ഞാണ് എനിക്ക് പ്രധാനം, അവൻ ഉറങ്ങാണ്. അതിൽ താരാട്ട് പാടിയാലേ ഉറങ്ങാറുള്ളൂ, ഉണരാറുള്ളൂ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. അതൊക്കെ അങ്ങനെയാണല്ലോ. അത് ഹിറ്റാണ്. അതെ, എനിക്ക് തോന്നുന്നു കൈതപ്രം സാറിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടുകളിൽ ഒന്നായിട്ട് പലരും നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന പാട്ടാണ്. പിന്നെ സംവിധാന സാഹിബ് അതിനെപ്പറ്റി പ്രസംഗിച്ചിട്ടുണ്ട് കുറെ കാലം. അമ്മയെ പറ്റി പാടിയിട്ടുണ്ട്, അച്ഛനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ അയാളുടെ ഒരു പുസ്തകം അച്ഛനെ കുറിച്ച് എഴുതിയപ്പോൾ അച്ഛനെ കുറിച്ച് അത്രയും അയാൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് എഴുതിയതാണ് സാറ്. അതുകൊണ്ട് എൻ്റെ അച്ഛനെ കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ സാറിനെ കൊണ്ടൊരു പാട്ട് എഴുതിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഇന്നലെ ഗൾഫിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട്, അയാളുടെ അച്ഛനെ പറ്റി ഒരു പാട്ട് എഴുതുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയൊക്കെ നിങ്ങളെ അച്ഛനെ പറ്റിയാണെന്ന് പറഞ്ഞു. കാരണം അത് എല്ലാവരുടെ അച്ഛനും ബാധകമാണ്. അത് എനിക്കാണ് ബാധകം, ഞാനാണ് ആ അച്ഛൻ. ഇപ്പോൾ എൻ്റെ മക്കളുടെ അച്ഛൻ ഉണ്ടല്ലോ, അത് കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കുള്ളിലും പുഞ്ചിരി ചിറക് വിടർത്തുന്ന അച്ഛനാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ കല്ലെടുക്കുമ്പോൾ ആ വേദന ഉണ്ടെങ്കിൽ പോലും ചിറക് വിടർത്തിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ആ വേദന മുഴുവൻ അങ്ങനെയാണ്. അതുപോലെ ഒരു കവിത പാഥേയത്തിലുണ്ട്. പാപിയാണ് അച്ഛൻ പക്ഷേ നീ വിളിക്കല്ല, അങ്ങനെ അച്ഛൻ പാപിയാണ് പക്ഷേ അച്ഛൻ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. എൻ്റെ പേഴ്സണലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ട സമയത്ത് സീതയെക്കുറിച്ച് സുമുഹൂർത്തമായി എഴുതിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. നമ്മുടെ രാമകഥ ഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, അതിനകത്ത് ആരണ്യകാന്ഡം തേടി സീതാഹൃദയം തേങ്ങി എന്ന് പാടുന്നുണ്ട്. വാത്മീകങ്ങളിൽ ഏതോ താപസമവനോ ഉറങ്ങി. അത് ശരിക്കും അവിടെയും കൺസേൺ സീതയെക്കുറിച്ചാണ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ മുഴുവൻ സീതയേ ഉള്ളൂ. രാമൻ അവിടെ ഒരു പ്രതിമയാണ് ശരിക്കും. കാഞ്ചന സീതയെ നോക്കിയിട്ടാണ് ഇവള് പാടുന്നത് ശരിക്കും. പക്ഷേ രാമനാണ് അവിടെ പ്രതിമ, സീതയാണ് ആക്റ്റീവായിരുന്നത്. ത്രേതായുഗത്തിലെ കണ്ണുനീർമുത്തിനെ കൂടി എടുത്തോളൂ. അമ്മയോട് പറയുന്നത്, അമ്മ മുത്തുകളെ ചുമക്കുന്ന ആളാണ് അങ്ങനെ പറയുന്നുണ്ട്. ഈ മുത്തും കൂടെ അമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചാടുന്നത് ശരിക്കും. മുഴുവൻ അതാണ്. അതിനകത്ത് എല്ലാ ബിംബങ്ങളും സീതയ്ക്ക് അനുകൂലമാണ്. അതിൽ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, സാറ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് നീളത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളെ, മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ വിടയാകും ഈ വേളയിൽ. ഇത്രയും പേര് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പണ്ട് ഗൾഫിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ എല്ലാവരോടും പറയും. തന്നെയാണത് ഭയങ്കര സങ്കടം ഉള്ളതുകൊണ്ടാണ്. അതെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ്. അതാണ് എൻ്റെ കാര്യം. പൂക്കളോടും എല്ലാവരോടും അതെ, എല്ലാവരും അഡ്രസ്സ് ചെയ്യുക. അത്രയും വേദനയുണ്ട് അവൾക്ക്. അതെ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ്. അതിൽ മുഴുവൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതാണ് പറയുന്നത്. അതെ, അത് എനിക്കും അതെ. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഇപ്പോൾ ഇവിടെ എൻ്റെ ആദ്യവസാനത്തിൽ വന്നിട്ടുള്ള ആ പയ്യനുണ്ടല്ലോ, അവൻ 16 കൊല്ലമായി എൻ്റെ ഇവിടെ. അവൻ അസൽ മുസ്ലിമാണ്. ഇവിടെ പൂജക്ക് ഉള്ള പൂക്കൾ വരെ അവനാണ് കൊണ്ടിരുന്നത്. എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മതേതരത്വം പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്താണ്, എൻ്റെ മോനെ പോലെയാണ്, എൻ്റെ മാനേജറാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. അവൻ പിടിച്ചിട്ടുണ്ടാവും, അവിടെയും ഉണ്ടാവും. ആവശ്യമുള്ളതൊക്കെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ ഞാനും അനുസരിക്കും. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും അനുസരിക്കും. ഇതാണ് സമൂഹത്തിൻ്റെ കവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. അവൻ വേറെ ഒന്നല്ല, അവന് തോന്നുന്നതൊക്കെ ചെയ്യാം, കള്ളുപിടിക്കാം, അവന് എല്ലാ പരിപാടികളും ചെയ്യാം. ഞാൻ എഴുതുമ്പം യോഗ്യനാണെന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിതം കൂടി ശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്രത്തോളം പറ്റുന്നുണ്ട് അറിയില്ല, എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ഞാൻ ചെയ്യും. ഇതൊക്കെ ഞാൻ പാലിക്കുന്ന ഒരാളാണ്. എൻ്റെ കുട്ടികളുടെ സ്നേഹം അത് ലോകത്തിനോടുള്ള സ്നേഹം ആയിട്ട് മാറുന്നു. ഇതൊക്കെ കവിക്ക് വേണ്ടതാണ്. അതെ, അവിടെ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു സീതയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ അവസാനം സാറ് കുറച്ച് അധികം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ, പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ, മയങ്ങുന്ന ഇത് ആശാപാശങ്ങൾ, അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കൽപ്പാന്ത വാരിയിൽ എന്നാണ് ചോദിക്കുന്നത്. അധർമ്മത്തെ വെറും ശിലയായി പോയി. എനിക്കങ്ങനെ ശരിയാവാൻ പറ്റില്ല, ഞാൻ ഒഴുകുന്ന വെള്ളമാണ്. സീത എങ്ങനെയാണ്? മറ്റേ ശിലയായി പോയി.
ശിലയായി കറുത്തു കൽപ്പാണ്ട് കറുത്തുവോ ഇത് വല്ലാണ്ട് സങ്കടപ്പെടുന്നത്. അതിൽ കൂടുതൽ പറയാനില്ലല്ലോ. അതെ, എന്റെ വാക്കുകളൊന്നും കേൾക്കാത്തൊരു ശിലയായി അത് ശിലയിൽ മാറിപ്പോയി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. രാമനാണ് ശില, സീത അതല്ല. സീത മനുഷ്യക്കുട്ടിയാണ്. അത് കഥകളിയിൽ അതിമനോഹരമായിട്ടുള്ളൊരു നാടകീയ രംഗമുണ്ട്. ഈ ലവണാസുരവധത്തിൽ ഈ കുതിരയെ പിടിച്ചു കെട്ടിയിട്ടുള്ള മക്കള് ഈ ഇതിന്റെ അശ്വമേധയാഗത്തിന്റെ കുതിരയെ പിടിച്ചു കെട്ടിയല്ല. എന്നിട്ട് ഹനുമാനാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ഇതുണ്ട്, ഹനുമാൻ സീതയെ കാണുന്ന ഒരു രംഗമുണ്ട്. എന്താണ് പറയുക, സുഖമോ ദേവി എന്നാണ് ചോദിക്കുന്നത്. അപ്പം മറുപടി പറയുന്നത്, മക്കളോട് പറയുന്നത്, നീ ഇതെല്ലാം അഴിച്ചിക്കള, ഇത് ആരാണ്, എൻ്റെ അച്ഛനാണത്. കാരണം ജനകനാണ് ജനകനെന്ന് പറഞ്ഞാലും എനിക്ക് അച്ഛനായിട്ട് വന്നിട്ടുള്ളത് ഇയാളാണ് ഒരിക്കലും. അപ്പോൾ ഇയാളുടെ സങ്കടം വെച്ചാൽ ഞാനാണ് കൊണ്ടുവിട്ടത് കാട്ടിൽ. പക്ഷെ എന്നാൽ പോലും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണു നിറയും. എനിക്കും കണ്ണു നിറയും ഇപ്പോഴും. അതെ, അത്ര നാടകീയമായൊരു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നാടകീയമായ രംഗം അതാണ്. ഈ വാൽമീകിയുടെ ആശ്രമത്തിൽ ഇരുന്നിട്ട് അവിശ്വസിച്ചു എന്ന് പറയുന്നതാണ് ഭയങ്കര സംഭവമല്ലേ അത്. എന്നിട്ട് അവിടെ കാട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോവുക ഇയാള്. ഏറ്റവും പവിത്രമായിട്ട് ചൂടാമണി വരെ കൊണ്ടു കൊടുത്തിട്ടുള്ള ആളാണ്. അതിൽ ഒരു അഗ്നിസാക്ഷിയെ ഓർമ്മിക്കുന്ന ഒരു സാധനമുണ്ട് ആ പാട്ടിൽ. എന്നെയും ഞാനായി ജ്വലിപ്പിച്ച് അഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിൽ കോസലരാജകുമാര എന്നുമാ സങ്കല്പ പദപത്മങ്ങളിൽ തലചായ്ച്ച് വെച്ചേ ഉറങ്ങിയുള്ളൂ. അത് തന്നെ അഗ്നിസാക്ഷിയിൽ പറഞ്ഞതാണ് അവർ. ഇതേ ഒരു കുറിപ്പ് എഴുതിയിട്ട് പിന്നെ ഭാഗവത സപ്താഹം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിരുന്നു. ഇവർ സ്വാമിനി കൊടുത്തയച്ചിട്ടുള്ള ആ കൂട്ടുകാരിയാണ് കൊണ്ടു കൊടുക്കുന്നത്. അതിലെഴുതിയതാണ്, അങ്ങ് എന്നെ സംശയിക്കേണ്ട, അങ്ങയുടെ സങ്കല്പ പദപത്രത്തിലുള്ള ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ വാക്കാണ് ഞാൻ സീതയ്ക്ക് കൊടുത്തത്. നമ്മളെ വായന എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉള്ളൊരു സാധനം അവിടെ ഉപയോഗിക്കാൻ പറ്റും. വായിക്കാത്ത ഒരാൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. ഈ രാമനെ സംബന്ധിച്ച് ആ സമയത്ത് അധികാരം ഏറ്റെടുക്കേണ്ട വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. കാരണം ഭരതൻ 14 വർഷം ഭരിച്ച സ്പേസ് ആണ്, ഗതിയുടെ വെച്ച് ഭരിച്ചതാ. അപ്പോൾ വന്നിട്ട് അതൊന്ന് നോക്കി നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ അതാണ് ഈ വിധി മഹിമ അലംഘനീയമാണ് എന്ന് പറയുന്നത്. ആ വിധിയാണിത്. അതിന് രാമനും സീതയും പോലും ഇതല്ല എന്നാണ്. എല്ലാവരും അതിനെ താഴെയാണ്, വിധിക്ക് താഴെയാണ്. അതിനെ വേണമെങ്കിൽ അപ്പുറത്തേക്ക് പറയാമല്ലോ. വേണമെങ്കിൽ വാൽമീകി ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല, എല്ലാം സത്യം മാത്രമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളത് വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയും വലിച്ചെറിഞ്ഞു, രാഗചൂടാമണി ചെങ്കോർത്തുരുമ്പില് വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാരൻ. അത് അവിടെയൊന്നും വെക്കേണ്ടതല്ല. അതെ, അതാണ് ചോദ്യം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ത്രീപക്ഷത്തിലുള്ള ഏറ്റവും മനോഹരമായ പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്ത്രീപക്ഷമാണ് ആണ്. അല്ല, എൻ്റെ എല്ലാ പാട്ടിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമലിൻ്റെ ഒരു പടത്തിലുണ്ടല്ലോ, എടാ പോടാന്നൊക്കെ പറയുന്നത്, ഇഷ്ടമല്ലടാ. അതിൽ പോലും എൻ്റെ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ എന്നാണ് പറഞ്ഞത്. ഒരു കാര്യമില്ലടാ, ഒന്നും നടന്നിട്ട് കാര്യമില്ലടാ. ഞാൻ അത്രയും സ്ത്രീപക്ഷക്കാരന്. അതെ, മനസ്സുകൊണ്ട്. പക്ഷെ അത്രയും പച്ചയ്ക്ക് വേറെ ആരും പറഞ്ഞിട്ടില്ല. കാരണം സാഹിത്യമാണ് നമ്മൾ എഴുതുന്നതെന്ന് വിശ്വസിക്കുമ്പോഴും അത് സാഹിത്യം എഴുതാൻ പറ്റുന്നെങ്കിലേ അത് എഴുതാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷത്ത് നമ്മൾ അത് പറയണം, അല്ലെങ്കിൽ ആ പാട്ടുണ്ടാവില്ലായിരുന്നു. അതെ, ആ പാട്ട് എഴുതുമ്പോൾ ലാസ്റ്റ് പാട്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ ട്യൂണ് കേട്ടപ്പോൾ സത്യത്തിൽ കമലിനും ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതായത് താന താനന തന്ന താന താനന അങ്ങനെ പറഞ്ഞാൽ അതിന് എന്ത് എഴുതാം, എന്ത് വേണമോ നിനക്കെന്ത് വേണമോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥമില്ലല്ലോ അവിടെ. അത്രയൊന്നും പോരാ. ഇഷ്ടമല്ലടാന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒറ്റ വരി കൊണ്ട് തന്നെ കമൽ ഇവരെല്ലാം ഓക്കെ. പ്രൊഡ്യൂസർ ഇവനാണ്, ലാലാണ്. ലാലു ഓക്കെ, ബാക്കി പാട്ട് കേൾക്കാനൊന്നുമില്ല. ഞങ്ങളത് പൂർത്തിയാക്കിയിട്ടേ സ്ഥലം വിട്ടിട്ടുള്ളൂ. എല്ലാറ്റിനും നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവണം. കമലതളത്തിലെ പാട്ട് ശരിക്കും രവീന്ദ്രൻ മാഷ് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, അസാധ്യമായിട്ട് രവിയേട്ടനായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും അത്. രവിയേട്ടനും അത് ആത്മാർപ്പണമായിട്ട് ചെയ്തതാണ്. ഞാനും അതെ. ദാസേട്ടൻ അങ്ങനെ പാടിയതാണ്. വാസ്തവത്തിൽ എൻ്റെ ഏറ്റവും നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ, പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ എഴുത്തിലും ട്യൂണിലും പാടിയതിലും സിറ്റുവേഷനിലും പടത്തിലും എല്ലാറ്റിലും വിജയിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല പാട്ട്. അത് പ്രമോദവനാണ് ആദ്യത്തെ പാട്ട്. എല്ലാം കൊണ്ടും നമ്പർ 1 പാട്ട്. പിന്നെ വികാരം നോക്കുക, മായാമയൂരം, അങ്ങനെയൊക്കെയുള്ള കുറേ പാട്ടുകളുണ്ടല്ലോ. കണ്ണീർ പൂവ്. അതെ, കുറേ പാട്ടുകളുണ്ട് അങ്ങനെ. അതിനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ അതുപോലെ ഭരതേട്ടൻ്റെ പാട്ടുകളിൽ ഭരതനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡയറക്ടർ. അസാധ്യമാണ്. അയ്യോ, നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാൻ വികാര നൗകയുമായി പറഞ്ഞതുപോലെ അഴകേയില്ലേ, അതിൽ
ഏഴാങ്കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി. അതിനെ പറ്റിയിട്ട് ചെറിയൊരു സംശയമുണ്ട് എനിക്ക്. അത് ഏഴാങ്കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി സാറ് പറയുമ്പോൾ എന്തായിരുന്നു ശരിക്കും? വയലാറൊക്കെ പോയിട്ടുണ്ട് ഏഴാങ്കടൽ. ഏഴാങ്കടലിനക്കരെ ഏഴിലം പാല എന്നൊക്കെ പറയില്ലേ, ഒരു ഏഴിലം പാല, അതങ്ങനെ ഉപയോഗിച്ച ഞാൻ എപ്പോഴും കടലിന്റെ അങ്ങേയറ്റത്ത്. അതൊരു സങ്കല്പമാണ്, സങ്കല്പലോക. അതേപോലെ സാറ് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അത് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ സിനിമയുമായി അങ്ങനെ സിനിമയാണ് അവിടുന്ന് വിട്ടുപോയതാ. ആകാശത്ത് നിന്ന് വിട്ടു, ഭൂമിയിൽ വന്നുമില്ല. അയാൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരു കുട്ടി ഉണ്ടാവില്ല, അവിടെ സ്ഥാനവുമില്ല. ആ സ്ഥാനമില്ലാത്ത ഒരാളാണ് ഈ ഗന്ധർവൻ. അതുതന്നെയാണ് അതിൽ ആ പല്ലവി മുഴുവൻ അതാണ്. അത് തന്നെ സിനിമയാണ്. അതിന് മറ്റൊരു വിശേഷവും കൂടെ കിട്ടിയിട്ടുണ്ട്. പത്മരാജൻ സാറിനെ പല സ്ഥലത്തും ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നത് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അതെ അതെ, അതൊരു ഭയങ്കര ഒരു ഇതല്ലേ, നമ്മൾ എഴുതിയ ഒരു വരി ഒരു സംവിധായകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ടൈറ്റിലായിട്ട് ഉപയോഗിക്കുക. പിന്നെ രസമുള്ള പരിപാടിയാണ്. പപ്പാട്ടനും അത് ചെയ്തു തന്നെ അങ്ങനെ കേട്ടോ. അത് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പാട്ടൻ മറ്റുള്ളതുപോലെ ഒന്നല്ല, ഇത് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക. ആദ്യം എന്നോട് അത് മുഴുവൻ വായിക്കാൻ പറഞ്ഞു. മുഴുവൻ ഞാൻ വായിച്ചു. അതാണ് അത്രയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. അത് ജോൺസനെ കൊണ്ട് വായിപ്പിച്ചിരുന്നു. ജോൺസൺ എന്നോട് പറഞ്ഞു, സാധാരണ ഞങ്ങൾ ആരെയും ഒരാൾ വായിച്ചാൽ മതി, ഇത് പരസ്പരം വരും, ഇതല്ല. എന്നിട്ട് പക്ഷേ അതിൽ എനിക്ക് തോന്നിയത്, അന്ന് തോന്നിയതാണ് കേട്ടോ, പപ്പേട്ടനെ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് എല്ലാ രീതിയിലും. പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ത്രില്ല് പോയി. എഴുതി കഴിഞ്ഞിട്ട് ശുഭം എന്ന് എഴുതിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പടായി. പിന്നെ അത് ചെയ്യേണ്ടത് ഭരതനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പടമായ തന്നെ എന്നെനിക്ക് തോന്നിയില്ല. പക്ഷെ അത് പപ്പേട്ടൻ തന്നെ വേണം ചെയ്യണം തോന്നിയിട്ടാണല്ലോ ചെയ്തത്. പക്ഷെ അത് സത്യങ്ങനെയാണ്. അത് എനിക്കും ജോൺസണും തോന്നിയിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അത്ര റിലാക്സ്ഡ് ആയിക്കൂടാ, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവണം. നമ്മൾ അവിടുന്ന് ടെൻഷൻ വേണം. ആ ടെൻഷൻ പോയി. അതെനിക്ക് തോന്നിയിരുന്നത്. പപ്പേട്ടൻ സാധാരണ ഇല്ലാത്ത പോലെ മുണ്ട കൊടുത്ത് നടക്കുകയും എന്നിട്ട് കടപ്പുറത്തൊക്കെ നടക്കുകയൊക്കെ ചെയ്തു വരും. ഈ പാട്ട് ചെയ്യുന്നതിനിടയിൽ റിലാക്സ്ഡാണ്. ആ റിലാക്സേഷൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. പക്ഷെ അതിൻ്റെ വരികളിലേക്ക് വന്നാൽ ആലപ്പൂവയിൽ ഇതുപോലെ മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരൻ, അതെ, അതാണ് സിനിമ. അതെ, അയാളെന്നെ പറഞ്ഞിട്ടല്ലോ, ഞാൻ നീ വിചാരിച്ചാൽ എപ്പോഴും തൊട്ടാൽ ഞാൻ വരാം എന്നുകൊണ്ട് ഈ മുത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുകയാണ് ആ മാരൻ. എന്നിട്ട് അതാണ് കൊടുത്തത് ഇവക്ക് കഴുത്തിലിടാൻ. നീ അത് തൊട്ടാൽ മതി, ഞാൻ വരും. അതാണ് കഥ. അതിനടുത്ത വരിയെന്ന് പറയുന്നത് തങ്ക കൈകളിലേക്കും നവലോകങ്ങൾ. അത് എങ്ങനെയാണ് സാർ അത് വ്യാഖ്യാനം? അല്ല, ഈ തൊട്ടാൽ മതി, എനിക്ക് ആവശ്യമുള്ള ലോകം, പുതിയ ലോകം വരും. ഈ കൈകളിൽ ഒതുങ്ങും നവലോകങ്ങൾ. അത്രയ്ക്കും എനിക്ക് എന്തും തരാൻ പറ്റും. ഈ ലോകത്തിലെ ഏത് കാര്യവും എനിക്ക് തരാൻ പറ്റും. നീ അത് തൊട്ടാൽ മതി, എന്നിട്ട് നിന്റെ കയ്യിലേക്ക് തരാം. നമ്മൾ വികാരനൗകയമായിട്ട് പറയുമ്പോൾ ഈ കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേളിപ്പുടവ് ഒരുങ്ങി എന്ന് പറയുമ്പോൾ ഈ വേളിപ്പുടവ് ഒരുങ്ങുന്നതാണ് ആ സന്ദർഭം എന്ന് പറയുന്നത്. ഈ പറയുന്ന മാതിരി കണ്ണീരുപ്പും കടലിൻ്റെ ഉപ്പും ഈ മണലിലുണ്ടാവും. അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ അത് എഴുതി പോകുമ്പോൾ സാറിന് അത് അങ്ങനെ സംഭവിക്കുന്നതാണോ, അത് എന്ത് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണോ അത് അത്രയും സിങ്കായിട്ട് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു കാര്യം പറയും, ഈ വേളിപ്പുടവാന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയാം. പക്ഷേ കേരളത്തിലെ പരശുരാമൻ കൊണ്ടുവന്ന ആൾക്കാരാരാന്നറിയാം, മുക്കവന്മാരെ. അങ്ങനൊരു വലിയൊരു ഇതുണ്ട്. കടപ്പുറത്താണ് പരശുരാമൻ മലയുടെ മുകളിൽ നിന്നിട്ടല്ല പറഞ്ഞത്, കടപ്പുറത്താണ് വന്നത്. കടപ്പുറത്തേക്കാണ് ആൾക്കാരെ കൊണ്ടുവന്നത്. അത് വടക്കൻ കേരളത്തിലെ ആൾക്കാർ ആണ് വന്നത്. അത് മാത്രമല്ല, ഇപ്പോഴും ഇല്ലം എന്നാണ് അവരുടെ വീട്ടുപേര്. ഞാൻ അവരുടെ വീടുകളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഇവിടെയും മറ്റുള്ള ഇതിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ചെമ്പിലരയെന്ന് പറയുന്നത് അതിൽ ഇല്ലം എന്നാണ്, 4 ഇല്ലക്കാരാണ് അവർ. അതുപോലെ അവർക്ക് അവരുടെ ഈ മരണ ചടങ്ങുകൾ മുഴുവൻ, വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഇപ്പോഴും നമ്മൾ ബ്രാഹ്മണരുടെ ചടങ്ങാണ്. ഈ മീൻ പിടിക്കലൊക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് എന്തിനാണ് 4-ാം ദിവസം മീൻ പിടിക്കും, 2 ആളും കൂടി. അത് ബ്രാഹ്മണരുടെ ചടങ്ങാണ്, അത് മുക്കുവൻ്റെ ചടങ്ങാണ് അല്ലേ, മീൻ പിടിക്കുന്നത്. അവർക്ക് ഇങ്ങോട്ടും ഉണ്ട്. അതാണ് ശരിക്കും ഞാനത് അങ്ങനെ വേളിപ്പുടം എഴുതാൻ കാരണം. അതിലൊക്കെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ അതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറെ രസമുള്ളതുണ്ട്. ഈ ഇദ്ദേഹത്തിന് ഒരു സംസ്കാരം അറിയാതെ വന്നതാണ്. അതിൽ പരിഭവങ്ങളിൽ താനന ഇങ്ങനൊരു താളം നിങ്ങൾ ഒരു പാട്ടിൽ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. തനന താനന താനന തനന താനന. ഇത് ഭാഗവതത്തിലുള്ളത്.
ഗോപിക ഗീതത്തിൽ ഭാഗവതത്തിൽ ഇത് തവബിലോകനാൽ ഗോപിക ജന പ്രമദ സങ്കുല പങ്കജേക്ഷണ, ഇതേ താള പറഞ്ഞിട്ടുണ്ട്, രവിയേട്ടുണ്ട്. ഇത് താൻ അറിയാതെ വന്നതാണ്, പക്ഷേ ഇത് വന്നിട്ടുണ്ട്, ആ സംസ്കാരത്തിലുള്ളതാണ്, അറിയാതെയുള്ള സംസ്കാരം വന്നതാണ്. അതാ പറഞ്ഞ അപൂർവമായ സംഭവമാണ് രവിയേട്ടൻ. അതിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് അറിയില്ല നമുക്ക്. ഈ താളം ഭയങ്കര സംഭവമാണ്. ഞാൻ ഇങ്ങനെ ആക്കിയത്, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേളയിൽ, അതെ നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. അത് കഴിഞ്ഞിട്ട് ഒരു മഴ ഇതളേക്കിയ പോന്തിര അഴകനും ഇണയഴകാമൻ അഴകെ. ആ അഴകാണ് വെൺമുകിലിന് മഴ ഇതളേകിയ പൂന്തിര അഴകിനും ഇണയഴകാമൻ അഴകെ. ആ അഴകിനോടാണ് ഞാൻ മെഴുനീർ മണി കുളിരി തൂവരുത്, അതെ മണലിൽ തൂവരുതെന്നാണ് ഞാൻ ആദ്യം എഴുതിയിരുന്നത്. അത്ര സ്ട്രെയിറ്റ് വേണ്ടാന്ന് എന്നോട് ഭരതേട്ടൻ പറഞ്ഞു. അപ്പൊ കുളിരി തൂവരുതാക്കിയത് ഈ മണലിൽ തൂവരുതെന്നാണ്. അവരൊക്കെ ഇതുപോലെ കവിതയുള്ളവരാ. അതാണ് എൻ്റെ പോയറ്റിക് മനസ്സുള്ള ആൾക്കാർ ഇവരൊക്കെ. എൻ്റെ രവിയേട്ടനായാലും ഭരതേട്ടനായാലും ഒക്കെ അതെ, ദാസേട്ടനായാലും അതെ, ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരാണ്. അതെല്ലാം അവരുടെ ആ പാടാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം അങ്ങ് വരും. ഇപ്പം നിങ്ങൾ പഴയ പാട്ട് കേട്ടോ, അതിങ്ങനെ അത്ഭുതകരമായിട്ടുള്ള പെർഫെക്ഷൻ ആയിരിക്കും. ദാസേട്ടൻ്റെ പാട്ടുകൾ പെർഫെക്റ്റാണ്, അത് തൊട്ടാനൊക്കില്ല. ഇന്നിപ്പോൾ എല്ലാം പിച്ച് നേരെയാക്കാനും എനിക്ക് സൗകര്യം ഉണ്ടല്ലോ, അന്നതൊന്നുമില്ലല്ലോ, പാടിപ്പോയാൽ പോയി. താഴ്വാരത്തിലെ ഭരതൻ സാറിൻ്റെ കണ്ണെത്താ ദൂരെ അതെ ഭയങ്കര രസമുള്ളൊരു പിന്നെ ഒരു മർമ്മരം പോലെ തന്നെയാണ്. അതെങ്ങനെയാ ആ ടൂണും ഈ പറയുന്ന മർമ്മരവും ഒരുമിച്ച് വന്നതെന്നുള്ളതാണ്. എന്നോട് പറഞ്ഞിരുന്നു ഈ ഭരതേട്ടൻ അതൊരു അമേരിക്കൻ സാക്സോഫോണിൻ്റെ ഒരു ടോണാണ്. ഏതോ ഒരു നികുതി വായിച്ചിട്ടുള്ള സാധനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിയിരുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ അതിങ്ങനെ പാടാം, മൂടാം, നിങ്ങൾ എഴുതിക്കോ. തനന്ന തന തനനാന ഒരു താഴ്വാരത്തിൻ്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു സാധനം. അതാണ് കണ്ണെത്താ ദൂരെ മറുതീരം മറുതീരത്തെ. പിന്നെ ബാക്കി നമ്മൾ കൊണ്ടുവന്നു കോണിൽ സംക്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിൻ മർമ്മരം. ആ മർമ്മരൊക്കെ അതുപോലെ. അത് ഉത്രാളിക്കാവിൽ പൂരാണ്. അപ്പോൾ അതാണ് കാവിൽ കൊണ്ടാടും മേളം, അതൊക്കെ അവിടെ നിന്ന് കേൾക്കുക. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പകൽ ബഹളമൊന്നുമില്ല ഉണ്ടാവില്ല. റെയിലിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, കുറേ വെറുതെ നടന്ന് പോകുമ്പോഴാണ് പാട്ട് എഴുതുന്നത്. അങ്ങനെ ഇങ്ങനെ ട്യൂൺ പറയും, താനന്ന താന. അത് കഴിഞ്ഞിട്ട് താനന്ന താനന്നാന താനന്നാന താനന്ന തനതാന താന. ഇങ്ങനെ ഇതൊക്കെ ഭരതൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ കൂരാറ്റകൾ ഇക്കിടി മൂടും വെള്ളിമുളം കൂട്ടിനുള്ളിൽ ഉഷസ്സിൻ്റെ എൻ്റെ പാരാവാരം എന്നൊക്കെ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അത്ഭുതകരമായ പ്രവൃത്തിയാണ് ഞങ്ങളത്. ഒത്തിരി പടങ്ങളുണ്ട്. അയ്യോ അതേ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കണം. അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ഈ മണ്ണിൽ ഏറ്റവും വലിയ ആളാണ്. അതെ അതെ അതെ. നമ്മൾ സംസാരിച്ച പാട്ടുകളിൽ ഈ പാട്ടും സിനിമയുമായിട്ടൊക്കെ എങ്ങനെ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ആയുഷ്കാലത്തിലെ മൗനം സ്വരമായി തീർച്ചയായിട്ടും രസമുള്ള പാട്ടാണ്. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വർഗം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതി അലയിൽ ആരോ സാന്ത്വനമായി എന്നാണ് മുരളികയൂതി എന്നാണ്. മരിച്ച ആള് പിന്നാലെ പോവുക സാന്ത്വനിപ്പിക്കാൻ. അതാണ് അതാ പടത്തിന്റെ തീമാണ്. ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടതാണല്ലോ ആ പടം. അപ്പം അതിനകത്തും ഈ ഒരു സ്മൃതി പദമൊക്കെ കൊണ്ടുവരാൻ സ്മൃതി എന്ന് പറയുന്നത് ഇല്ലാത്ത സാധനമാണ്. അതെ അതെ. ഉണരും സ്മൃതി അലയായി ആരോ പാടുകയായി. ആ പാട്ട് യേശുദാസിന്റെ ശബ്ദം ഭയങ്കര രസമാണ്. അയ്യോ മനോഹരമായിട്ട് മൗനം സ്വരമായി എന്ന് പറയുമ്പോഴേ അതെ മൗനത്തിന്റെ അഗാധത. അയ്യോ അതും ഈ രണ്ടാമത് ഹിറ്റായി വന്ന പാട്ടുകളിൽ ഒന്നാണ്. അതെ. ആ സമയത്ത് ആ പടം എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിരുന്നു, പക്ഷെ അത്രയേറെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ആൾക്കാർക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ അത് നമ്മൾ റീവാച്ച് ചെയ്യുന്ന പടമായി മാറി. പിന്നെ ഒരുപാട് ആൾക്കാർ കാണും. അത് ഭയങ്കര സന്തോഷം. ഈ പാട്ട് ഭയങ്കരമായിട്ട് ക്ലിക്കായി ഇപ്പൊ. അതെ. ഈ റീവാച്ചിന്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പൊ വടക്കം വീരഗാഥ റിലീസ് ചെയ്തു. അതെ.
അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? മാത്രമല്ല ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അതിൽ സാർ എഴുതിയത് ഉണ്ണി ഗണപതിയും ഇന്ദുലേഖ കൺ തുറന്നു. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ അത്. ഇവള് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കണ്ണു തുറന്നതാണ്, ഇയാൾ വരുന്നതാണ്. അതാണ് ആ സിറ്റുവേഷൻ. ആ വരവനെ ഭയങ്കര ഗംഭീരമായിട്ട് ഇന്ദ്രജാലം മെല്ലെ ഉണർത്തി മന്മഥന്റെ തേരിലേറ്റി ആ കുതിരപ്പുറത്ത് ചോദിക്കുന്നുണ്ട് എവിടെ സ്വർഗ്ഗകന്യകന്മാർ, എനിക്ക് എല്ലാം വേണം, എവിടെ സ്വർണ്ണ ചാമരങ്ങൾ. 1000 ജ്വാലാമുഖങ്ങളായി തുടിയുണരും, അല്ല അതാണ് മനസ്സുണരുന്ന തുടി മുഴങ്ങിയെന്നാണ്. അത്രയും അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്ന അത്രയും വലിയ തുടിയാണ് ഉള്ളില് മുഴങ്ങിയത്. അത് അസാധ്യ സിനിമയായിരുന്നു. അതായത് സിനിമയാണ്. ആ പാട്ട് ഇത്രയും സിറ്റുവേഷന് കറക്റ്റായിട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്തതാ. അല്ല, അത് സാർ എഴുതുന്ന സമയത്ത് MD ഉണ്ടായിരുന്നോ അവിടെ സർക്കിളിൽ? ഇല്ല, വാച്ചോട്ടായിട്ട് സംസാരിച്ചിട്ടിരുന്നു. പിന്നെ ഇദ്ദേഹമുണ്ടല്ലോ, ഹരിഹരൻ മാഷുണ്ടായിരുന്നു. മാഷായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പാട്ടാണ്. ഭയങ്കര ഒരു ബന്ധമായിരുന്നു, ഭയങ്കര രസമാണ്. ഒരു ഗുരു തന്നെയാണ് അയാൾ ശരിക്കും. എനിക്ക് ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് എനിക്ക് കിട്ടി. വലിയൊരു ഗുരുവാണ് ശരിക്കും. ജയകുമാർ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചന്ദനലേപ സുഗന്ധം എഴുതുന്ന സമയത്ത് MD സാറാണ് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തത്. പാസ്വേഡ് എന്നെ വിശ്വാസമായിരുന്നു. അദ്ദേഹം വന്നിട്ടില്ലാണ്, ഹരിഹരൻ മാഷായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ വാസോട്ടിൻ്റെ പടങ്ങൾ ഞാൻ കുറേ എണ്ണം ചെയ്തല്ലോ. അപ്പോഴൊക്കെ വാസോട്ടൻ ഞാൻ അവിടെ പോയി കാണും, സംസാരിക്കും, അങ്ങനെയൊക്കെ ചേർന്ന്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സാധനമൊക്കെ വരുമൊക്കെ ചെയ്യും. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യും, അവിടെ തന്നെ കറക്റ്റ് ചെയ്യും, ബോധ്യപ്പെടുത്തിയിട്ടേ വിടുള്ളൂ. ഈ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി പറയും പോലെ നമ്മൾ പറയുന്ന ഒരു പാട്ടും കൂടെ ഉണ്ട്. കണ്ണീർ പൂവിൻ്റെ നമ്മൾ എന്താ വെച്ചാൽ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്, മലയാളികളുടെ ടോപ്പ് ലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് വന്നപ്പോഴും അതേപോലെ മധുരം ജീവാമൃത ബിന്ദു എനിക്ക് അവിശ്വസനീയമായിട്ട് കാണുന്നത്. എനിക്ക് ഞാനും എങ്ങനെ വിചാരിച്ചു, അത് ജോൺസണും വിചാരിച്ചു, എങ്ങനെ ഈ കണ്ണീർ പൂവിന് അപ്പുറത്തേക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്ക്, ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. ഇതേ പ്രശ്നം ഞങ്ങൾക്ക് രവിയേട്ടനുണ്ടായിരുന്നു. ഈ അബ്ദുള്ള കഴിഞ്ഞപ്പോൾ ഭരതം കഴിഞ്ഞിട്ട് പിന്നെ കമലകളം, ഈ മൂന്നും ഇങ്ങനെ അടുത്തടുത്ത് വരിക, ഓരോ കൊല്ലം. ഇനി എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാതെ നമ്മൾ ആകാശം ഇരിക്കല്ലേ, ആകാശത്ത് നമ്മൾ പിടിച്ചു വെക്കും. ഹിസൈനസ് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പാട്ടില്ലെന്ന്. രാമകഥ വന്നപ്പോൾ അതിനപ്പുറത്തേക്കായി. അതിനപ്പുറത്തേക്ക് സായന്തനവും ഇതും വന്നു, മറ്റേ സുമുഹൂർത്തമായി. ഭയങ്കര സായന്തനം വേറൊരു മൂഡിലുള്ള പാട്ട്. അയ്യോ സത്യം പാട്ടാ. അതാ പറയാം, ഓരോന്നിൻ്റെ ആത്മാവിനെ നമ്മൾ ആദ്യം പിടിക്കണം. അത് കിട്ടാതെ ഞാൻ എഴുതാറില്ല. എപ്പോഴും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വന്നാൽ ആ പാട്ട് എഴുതി ഞാൻ. പിന്നെ എഴുതാൻ അത്ര സമയമൊന്നും വേണ്ട. കമലിൻ്റെ പാട്ടുമൊക്കെ അങ്ങനെയായിരുന്നു. ഈ നമ്മളെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഗ്നിസാക്ഷി, പിന്നെ ഞങ്ങൾ ആദ്യം രവിയേട്ടനാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ തുടങ്ങി രവിയേട്ടനായിട്ടുള്ളൊരു കൂട്ടായ്മ ശരിയാവാത്തതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എനിക്കങ്ങനെ ഏൽക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് രവിയേട്ടൻ്റെ സമ്മതം വാങ്ങി. സമ്മതമില്ലാതെ ആയതായിരിക്കും, പക്ഷേ ഇവരുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. രവിയേട്ടന് 6 മാസം മുമ്പേ പുസ്തകം കൊടുത്തിരിക്കുന്നു. പുള്ളി അതൊന്നും വായിക്കില്ല, അങ്ങനെയൊന്നും വായിക്കില്ല. അതൊക്കെ ഞാൻ എഴുതിക്കളാന്ന് പറയും, ചെയ്യും. അവർക്ക് അക്ഷരം ആവശ്യമില്ലുള്ളതുകൊണ്ടാണ്. പക്ഷേ സിറ്റുവേഷനിൽ ആ ഊർജം കിട്ടണ്ടേ. പിന്നെ എന്നെ ഏൽപ്പിച്ചു, ഞാൻ തന്നെ ഇവിടെ വന്നു. ഡയറക്ടർ ഇവിടെയാണ് താമസിച്ചത്, മുകളിൽ. ഞാനും വിശ്വനും ഇടയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കും, അവിടെ ഇരുന്ന് ഞങ്ങൾ എഴുതും. എഴുത്തൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അതിൻ്റെ 3ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി, ശ്യാമപ്രസാദിൻ്റെ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് പോകുന്നു അങ്ങോട്ട്. ആലത്തൂരാണ് അതിൻ്റെ വീട്. അല്ല, ആദ്യം അവർക്ക് പാലക്കാട് ഒരു വീടുണ്ട്, ആ വീട്ടിൽ പോയി. അപ്പോഴേക്കും അവിടെയല്ല, ഇദ്ദേഹത്തിൻ്റെ അമ്മ ഡോക്ടറാണ്, അച്ഛൻ ബംഗാളിൽ എവിടെയോ ആണ്, ഏതോ ട്രെയിനിലായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കിട്ടുന്നത്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് അങ്ങനെ കിട്ടുന്നത്. അത്രയും ഒരു ആത്മബന്ധമായിട്ടാണ് പാട്ടൊക്കെ ചെയ്തത്. പക്ഷേ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു ശരിക്കും അന്ന്. പിന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ. അത് കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ. പടം കഴിഞ്ഞിട്ട് പോലും എന്നെ വിളിച്ചിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പറഞ്ഞല്ലോ. എന്നെ വിളിച്ചിട്ടുമില്ല, പിന്നെയുള്ള പടങ്ങളും എന്നെ വിളിച്ചില്ല, ഒന്നിലും എന്നെ വിളിച്ചിട്ടില്ല, ഒന്നും എന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് വിഷമമായിരുന്നു. അപ്പോഴും ഓരോ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ആ ഇന്റർവ്യൂ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതെ, ക്രിയേറ്റേഴ്സ് എപ്പോഴും പിന്നെ
അംഗീകരിക്കുന്നു. നമുക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കേൾക്കണ്ടേ. അതെ. നല്ലതായി എന്ന് പറയുന്നത് കേൾക്കാൻ സന്തോഷമാണ്. ദാസേട്ടൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് കണ്ണിൽ നെന്മയിൽ ഓർമ്മപ്പൂവിൽ എന്നുള്ള ആ പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ചരണം എന്ന് പറയുന്നത് ഭയങ്കര കൊനഷ്ടാണ്. അതിൻ്റെ ബേസ് മധ്യമശ്രുതിയിലൊക്കെ ആക്കും. അത് ടഫാ പാടാൻ. അപ്പോൾ നെയ്യാണാദ്യം കണ്ണീർ തൂവി ശ്യാമാരണ്യത്തിന്മീതേ നെയ്യാണാദ്യം ഇങ്ങനെ പോകും, ഭയങ്കര കയ്യിൽ പോകും. പാടിക്കഴിഞ്ഞിട്ട് പപ്പാട്ടൻ നേരം കയറുന്നു. ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ, പുള്ളി ആരെയും സമ്മതിക്കില്ല. രവിയേട്ടനാണ് ടെൻഷൻ അടിക്കുക, മറ്റേ പെരുമ്പാവൂർ രവീന്ദ്രനാഥ്. പുള്ളിക്ക് ടെൻഷനാണ് ദാസറിൻ്റെ അടുത്ത് പോകാൻ. എന്നിട്ട് തിരുവന് പോകും. എന്നിട്ട് എന്നെ അകത്തിട്ടലിട്ടു. ഞാനാണ് അവിടെ പോയി സമാധാനിപ്പിക്കുക. എടോ ഇത് മധ്യമശ്രുതിയാണ്, ഇതെങ്ങനെ മുകളിൽ പോകും എന്നൊക്കെ ചോദിച്ച് ഇത് കേട്ട് പാടിക്കഴിഞ്ഞപ്പോൾ നിത്യനിലാവിൻമീതേ മൂവന്തിക്കഥ ഇങ്ങനെ വേണ്ടല്ലോ, അത്രയെല്ലാം ഹയ്യ. എന്നിട്ട് പപ്പടം വന്നു തിരുമേനി, ഇത് ലോകത്തിൽ ആർക്കും പാടാൻ പറ്റില്ല കേട്ടോ, ഇതുപോലെ ദാസേട്ടൻ പാടിയ പോലെ ലോകത്തിൽ ആർക്കും പാടാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് സാറാൻ കൊണ്ട് പോയപ്പോൾ, പപ്പാട്ടനെ കൊണ്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഇതല്ലേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് ലേശോട് ശരിയാവണം. എല്ലാവരും പറയും, ഞാൻ ഉദ്ദേശിച്ചതായില്ല ഒക്കെ സംഭവിച്ചു. ഇത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. സത്യം അതാണ്, അത് പറയില്ല. എന്നോട് പപ്പാട്ടിനെ പറ്റി മാത്രമേ ദാസേട്ടൻ പറഞ്ഞിട്ട്. ഇങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഒരു വാക്ക് ഞാൻ കേട്ടില്ല ഇന്ന് വരെ. അതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്യാമ അത് പറയുന്നത് എനിക്ക് കേൾക്കാം, എൻ്റെ ജീവിതത്തിൽ കേൾക്കാൻ ഞാൻ പ്രതീക്ഷിക്കും. അത് നമുക്ക് കിട്ടുന്നൊരു അവാർഡാണ് തീർച്ചയായിട്ടും. ഈ എൻ്റെ ലോകത്തിൽ നിങ്ങളെ അറിയാത്ത വേറൊരു വലിയ 2 ലോകമുണ്ട്. ഒന്ന് ക്ലാസിക്കൽ സിംഗർ. ഞാനൊരു 1000-ത്തിലധികം കച്ചേരി കേരളത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അറിയാം, ഒരേ വലിയ അമ്പലങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ 2-3 കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്, വലിയ പക്കമേളക്കാരോടുകൂടി. കച്ചേരി അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് വലിയൊരു അധ്യായമാണ്. പിന്നെ ജോലി അനുഭവങ്ങൾ അത് വരെ നമ്മളിപ്പോൾ പാട്ട് മതി നമുക്ക്. ഹിസൈന സദ്ദുള്ളയില് പാടാൻ വരുന്നത് അഭിനയിക്കുന്ന സമയത്ത് അതെ അടിപൊളി പാട്ടാ. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കത് അനുഭവങ്ങളുണ്ടാ. ഞാനത് താളം പിടിച്ച് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കാരണം ഞാനത് ചെയ്യുന്ന ആളായിരുന്നു. വേറൊരാളെ അത് ചെയ്യാൻ പറ്റില്ല. അതിൽ ഇയാൾക്കറിയാതെ, ലോഹിക്കറിയാം, ലോഹിയാണ്. അതുപോലെ ചില വ്യക്തികൾ, ലോഹി, മുരളി, പ്രസാദ് സാറ്, കാവാലം നടനപ്പടിക്കർ, വേണു, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ജോൺസൺ. അത് മറക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളാണ്. അതൊക്കെ പറയാനുണ്ട്. പിന്നെ അതെ ദേവസഭാതലം അഭിനയിക്കുന്ന സമയത്ത് അത് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു രസമുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ദേവസഭാതലം രാഗിലം, അപ്പോൾ ദേവസഭാതലം രാഗിലം, അതെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാറിൻ്റെ ഒരു മ്യൂസിക് സെൻസ് ഇപ്പോൾ അഭിനയത്തിൽ മാത്രമല്ല അത് ഗുണപ്പെട്ടിട്ടുള്ളത്, എഴുത്തിൽ അത് ഇവരൊക്കെ സഹായിക്കുന്ന, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ അത് ടഫായിട്ടുള്ള വിഷയമാണത്, പക്ഷേ സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. അതിൽ പക്ഷികൾ, ഈ മൃഗങ്ങൾ, ഇവരുടെയൊക്കെ നാദവും നമ്മളെ മനുഷ്യൻ്റെ നാദത്തിൽ ചേർന്നിട്ടാണ് ഈ ശബ്ദസ്വരങ്ങൾ ഉണ്ടാകുന്നത്. ആ കഥയാണ് ശരിക്കുള്ളത്. പക്ഷേ ഇത് വാശി പിടിക്കാനൊന്നുമില്ല, ഇതെല്ലാം ഒന്നാണ് എന്നാൽ അവസാനം പറയാൻ. ഹിന്ദുസ്ഥാനിയും പിന്നെ ക്ലാസിക്കലും ഈ നമ്മളെ ക്ലാസിക്കലും ഒക്കെ ഒന്നാണ്. കാരണം ഇതിന് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഹിന്ദോളെന്ന് പറയുന്നത് മാൽഘോഷ് എന്നാണ് അവർ പറയുക, നമ്മുടെ തോടിക്ക് അവർ ഭൈരവ് എന്നാണ് പറയുക. ഇത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. നമുക്ക് കേൾക്കാൻ സുഖമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തി പല നാടുകളിലായിപ്പോയി. അതെ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭാരതം എന്ന് പറയുന്ന പാട് അത്ര വിസ്താരമുള്ളതല്ലേ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംസ്കാരം ഒന്നാണ്. അതൊക്കെയാണ് എൻ്റെ അടുത്ത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പറഞ്ഞത് കലഹം കൂടാതൊന്നുമില്ല, ഇതെല്ലാം ഒന്നാണ്. ശരിക്കും നമ്മൾ ജോൺസൺ മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നിപ്പോണ്ട്. ഈ രാജഹംസമേ അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ എനിക്കത് പറയുന്നതിന് മുമ്പ് ഒരു പാട്ടുള്ളതെന്ന് പറഞ്ഞാൽ രാഗദേവനും നാദകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ മുങ്ങാങ്കുഴിയിട്ടു അറിയാപ്പവിഴം തേടി അലകളിൽ ഇറങ്ങാൻ കവിത തേടി. അത് ഭരതേട്ടന് വേണ്ടി തന്നെ എഴുതിയ ഞാൻ. കാരണം വിഷ്വല് ഭരതേട്ടന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഓടക്കുഴലിൽ ഇങ്ങനെ ഇളകുന്നതും അതിലേക്ക് വെള്ളം കയറുന്നതും
ഇതൊക്കെയാണ് കാണിച്ചത്. ഈ രാഗദേവനും നാദകന്യയും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ തീരത്തെ പൂന്തിരകളിൽ അറിയാപ്പവിഴം തേടി എന്ന് പറയുമ്പോൾ ഈ തീരമായിപ്പോയെന്ന ഒരു വിമർശനം വരുമോ എന്നുള്ളത് അങ്ങനെ കാണണോ? അതെങ്ങനെ കാണണം? ഇല്ല, തീരത്ത് അവര് നാദകന്യയും രാഗദേവനുമാണ്. എവിടെയും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒഴുകി പെട്ടെന്ന് ഒഴുകി പോകാനും മുങ്ങാകുഴിയിടാനും എവിടെയും പറ്റും അവർക്ക്. അതാണ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അറിയാപ്പവിഴം തേടുക എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ പുതിയ കാണാത്ത പവിഴങ്ങൾ തേടുന്നു. ഒരുപാട് അർത്ഥങ്ങൾ വേണം അതിന് പറയാം. ജോൺസൺ മാഷിന്റെ പാട്ടുകളിൽ ഈ നമ്മള് മധുരം ജീവാമൃതം ബിന്ദു പറഞ്ഞതുപോലെ തന്നെ പാതിരാ പാൽക്കടവിലില്ലേ, പാതിരാ പാൽക്കടവിൽ അമ്പിളി പൂന്തോണി തുഴയായി സ്നേഹാർദ്ര നക്ഷത്രം. അമ്പിളിയെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ വെണ്ണില ചന്ദനക്കിണ്ണം, പുന്നമട കായൽ, വിദ്യാസാഗർ സാറിന്റെ തുഴയുന്ന നക്ഷത്രം. അത് ഒരു പ്രാവശ്യം ശ്രീനി പറഞ്ഞത് ഭയങ്കര രസമായിട്ടുള്ളൊരു ബിംബമാണ്. എപ്പോഴും മിക്കവാറും ഈ അമ്പിളിയുടെ മുകളിലൊരു നക്ഷത്രം ഉണ്ടാകും, നമുക്ക് കാണാം. അപ്പോൾ അമ്പിളി തോണി തുഴയുന്നതാണെന്ന് എൻ്റെ സങ്കല്പം. നക്ഷത്രമാണ്. അതുപോലെ ഈ പറഞ്ഞതുപോലെ വെണ്ണില ചന്ദനക്കിണം പുന്നമട കായൽ വീണ എന്ന് പറയുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യില്ല, ഇത് വീണ് കിടക്കുന്ന അമ്പിളി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഈ എന്താ പറയാ, പുന്നമട കായൽ വീണേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കോരിയെടുക്കാൻ. അതെ, ഭാസ്കര മാഷ് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എന്നോട് പറഞ്ഞു, എന്നോട് പാടാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ഒരു സദസ്സിൽ ഭാസ്കര മാഷ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇത് വേദിയിൽ ഇത് പാടാൻ തുടങ്ങാം. എന്നോട് ചെമ്മീന് പോയി പാടുക. എന്നെ ഉണ്ണി തള്ളി. ഞാൻ പോയി മുകളിൽ പാടിയത് എൻ്റെ ആദ്യത്തെ 2 ലൈൻ പാടിയിട്ടേ എന്നെ വിട്ടു. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ പൊന്നിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടതൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകുന്നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അങ്ങനെ ഈ തൂവൽ ഇങ്ങനെ വീണ് കിടക്കുന്നതും അതിനടുത്തൊരു പിന്നെ കൂട് കെട്ടുന്നതും കുട്ടിക്കാലത്ത് ഭയങ്കര രസമായിട്ടുള്ള സങ്കല്പമാണ്. അതിനേക്കാളും സൂപ്പർ ഹിറ്റായ ഒരു പാട്ട് അതിനകത്തുണ്ട്, പവിഴമഴ. അതെ, ഭയങ്കര രസമായിട്ട്. മോഹം ഈ മഴ, അദ്യാനുരാഗ രാമഴ, മഴ 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 മഴ. അതുപോലെ പിന്നെ അകലത്തു നിന്നാൽ കണ്ണീർ മഴ ആണ്. കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രണയത്തിന് ഏറ്റവും ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. വിദ്യാസാഗർ സാറ് പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ ഒരു മഴ 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 എന്നുള്ള സാധനം വരുമ്പോൾ ഒരു സാധനം വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ മൊത്തം മഴയാക്കി. വിദ്യാസാഗർ സാറിന്റെ തങ്കത്തിങ്കൾ തിരിയായി തെളിയാം താരത്തൂവൽ നനയാം ആ പാട്ടില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളിൽ ഒന്നാണ്. ജോൺസൺ മാഷിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തൂമഞ്ഞൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി, വിരഹത്തിന്റെ പാട്ടാണ്. സന്ധ്യാരാഗവും നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ തൊരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ. ഈ കുങ്കുമം മുഴുവൻ തൊരഞ്ഞ് പൂവുകൾ എടുത്തൊട്ടു. കാരണം തൊരഞ്ഞ് പൂ ചുവന്ന പൂക്കൾ, ചെറിയ പൂക്കൾ. ഞങ്ങൾ കുട്ടിക്കാലത്ത് അതുകൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കും. നമ്മൾ ഇവിടെയൊന്നും അത്ര ഇല്ലാത്തത്, പുഴക്കരയിലുണ്ടാകുന്ന പൂക്കളാണ്. അല്ല, അത് തുടങ്ങുന്നത് ഭയങ്കര രസമാണ്. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. അതെ, പക്ഷെ മുന്നാഴി എത്രയുണ്ടെന്ന് എനിക്കൊന്നും തലക്കകത്ത് കിട്ടില്ല. കാരണം നാഴി നമ്മള് എന്റെ സമ്പ്രദായം അല്ലല്ലോ, നമ്മള് അതതിന്റെ ഭാഷയാണ്. അതെ, ഒരു നാഴി, അതെ, മുന്നാഴി എന്നൊക്കെ പറയുന്നത് ചെറിയതാണ്, നമുക്ക് മനസ്സിലായി. പക്ഷെ അതാണ് ഫീൽ ചെയ്തു. പാട്ടിന്റെ ഏറ്റവും വലിയ കാര്യം അതാണ്, ഫീലിംഗ് ആണ്. അതെ, ഇപ്പോൾ മൂലോകം മുഴുവൻ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കും. പക്ഷേ 3 ലോകമുണ്ട് അതിനകത്ത്. പക്ഷേ എൻ്റെ മോൻ ഉറങ്ങാൻ വെള്ളം ഉറങ്ങട്ടെ എന്ന് പറയാം. അപ്പോൾ ആ മൂലോകം എന്ന് പറയുമ്പോൾ ചെറുതായി നമുക്ക് ഇത്രയുണ്ട്. എല്ലാവരും പോയി കിടന്നുറങ്ങും, എൻ്റെ മോൻ ഉറങ്ങുകയാണ്. അതുപോലെ നമ്മൾ വാക്കുകൾ ഇങ്ങനെ നമ്മൾ കോരിയെടുക്കണം, പാകത്തിനാക്കണം.
ദൂരെ ദൂരെ സാഗരം. ദൂരെ ദൂരെ സാഗരം തേടി ഒക്കുവയിൽ പൊന്നാളം. പോവാണ് അയാള്. അതെ അതെ. ഏറനായി നിലാവിന്നിതളും താനേ തെളിഞ്ഞ രാവും ദൂരെ ദൂരെ സാഗരം തേടി ഒക്കുവയിൽ പൊന്നാളും. ഞാനും ജോൺസണും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയ ആദ്യത്തെ പാട്ടതാണ്. അതെ വരവേൽപ്പിൽ. അതെ, സത്യനന്ദിക്കാടും. പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായ്മയായിരുന്നു കുറേ കാലം. അതിൽ ഈ വെള്ളാര പൂമല മേലെ അതിലുണ്ട് പൊൻകിണ്ണം നീട്ടി നീട്ടി, അത് 2 പ്രാവശ്യം സാർ എഴുതിയെന്നുള്ളത് ഇങ്ങനെ വരുന്നല്ലേ. ഓ, സൂര്യൻ ഇങ്ങനെയാണല്ലോ അങ്ങനെ നീട്ടി വരുന്നുണ്ടല്ലോ. അല്ല, ഞാൻ വിചാരിച്ചു ഇത് എന്തിനാണ് 2 പ്രാവശ്യം. ആ വിഷ്വലാണത്. ആ, വെള്ളാര പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. ഭയങ്കര രസമല്ലേ. ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചിറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. അത് ഭയങ്കര രസമല്ലേ. പിന്നെ പൂനുള്ളി കുമ്പാളക്കൊമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിട് ചുരന്നു മാമ്പൂ മണവും കുളിരും മാടി വിളിക്ക് കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു. ഈ ഓണത്താറ് ശരിക്കും നമ്മളെ വടക്കുള്ളൊരു ബിംബാണിത്. ഇപ്പോഴും കെട്ടിയാടുന്നൊരു ഓണത്തിന് കെട്ടിയാടുന്നൊരു തെയ്യാണ് കുട്ടിത്തെയ്യ. കുട്ടിത്തെയ്യ, മറ്റേ സോക്കോൾഡ് തെയ്യല്ല. അല്ല, ഇതൊരു ചെറിയ കുട്ടികളെ കിട്ടുക. ഒരു 2 ആള് കൊട്ടാനൊക്കെ ഉണ്ടാവും. അവർ നെല്ലും ഇതൊക്കെ വാങ്ങിയിട്ട് പോകും. അങ്ങനെയൊക്കെയാണ്. ഓണത്തിന് മാത്രമേ ഉള്ളൂ. ഓണത്തിനേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് കർക്കിടകത്തി എന്നൊരു സാധനമുണ്ട്, ആടിവേടൻ. ഓ, അത് കഴിഞ്ഞിട്ട് അതൊക്കെ കർക്കിടക മാസത്തിലാണ്. പിന്നെ ഓണത്താറ് ഈ വൃശ്ചിക മാസം. അത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് ഓണക്കാറെന്ന് പാടാറുണ്ട്. ഓണക്കാറ് ആടിയെന്ന് ശരിക്കും അറിയാത്തതുണ്ട്. കാറല്ല, താറാണ്. അതുപോലെ മറ്റേലുണ്ട്, ആ മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ നന്മണിച്ചിപ്പിയെ പോലെ നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ സാമഗാനങ്ങളെ പോലെ ദൂരെ ദൂരെ. ഡേറ്റ് ആകുമ്പോൾ ഇപ്പോൾ സാമഗ ശരിക്കും സ്വരസാഹിത്യമാണ്. സമഗ എന്നാണ്. അതങ്ങനെ വന്നതാണ് ശരിക്കും. ജോൺസൺ പറഞ്ഞു ഇയാൾ അങ്ങനെ വെറുതെ പോകുന്നല്ല കേട്ടാ എന്ന് പറഞ്ഞു അന്ന് ജോൺസൺ സത്യനോട്. ഇയാൾ ഇവിടെ നിന്നിട്ട് പോവുള്ളൂ. ഈ ട്യൂണിൽ സ്വരസാഹിത്യം വരുന്നത് അറിയാതെ വരുന്നതാണ്. അതുപോലെ ആശാകമ്പളം താമര നൂലാൽ നെയ്യുവതാരാണോ നെയ്യുവതാരാണോ ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ വിട്ടുപാടില്ല. ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ പഞ്ചവർണ്ണ കിളിപ്പാട്ടോ പഞ്ചവർണ്ണ കിളിപ്പാട്ടോ ദൂരെ ദൂരെ. ഭയങ്കര ഇഷ്ടപ്പെട്ട ട്യൂണാണ്, ഇഷ്ടപ്പെട്ട പാട്ടുമാണ്. അത് രണ്ടും ഭയങ്കര ക്ലിക്കായി. ആ പടവും ക്ലിക്കായി. അതുകൊണ്ട് ഈ പാട്ടും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറഞ്ഞത് ആ 2 പാട്ടും ക്ലിക്കായി, പടം ക്ലിക്കായി, സാഹിത്യം ക്ലിക്കായി, ട്യൂൺ ക്ലിക്കായി, പാടിയത് ഗംഭീരായി, പടം വിജയിക്കുകയും ചെയ്തു. അതെ, അതാണ് പടം വിജയിച്ചാലേ നമുക്ക് ഇതുള്ളൂ. അതേപോലെ ജോൺസൺ മാഷിന്റെ മായാമയൂരല്ലേ. അയ്യോ, മായാമയൂരം അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. മറ്റേ 2 പേർക്ക് കിട്ടി, അവർക്ക്. എനിക്ക് കിട്ടിയില്ല അത്ര. അപ്പോൾ കണ്ണീർ പൂവിനും എനിക്ക് കിട്ടിയില്ല. ഒക്കെ എനിക്ക് കിട്ടേണ്ട ലിസ്റ്റിൽ പെട്ടതാണ്. കണ്ണീർ പൂവിന് കിട്ടാം. അതാണ് മായാമയൂരത്തിന് മ്യൂസിക്കിന് കിട്ടി, പാടിയതിന് കിട്ടി. എനിക്ക് മാത്രമേ ഉള്ളൂ. അത് രസമുള്ള പാട്ട്. അത് ശ്രീകുട്ടനെ കൊണ്ട് വെറൈറ്റി ആയിട്ട് പാടിച്ചു ആ പാട്ട്. വ്യത്യസ്തമായ പാട്ട്. ശ്രീകുമാറിന്റെ അങ്ങനെ ഒരു 1-2 പാട്ടുകളേ ഉള്ളൂ. ഏറ്റവും നന്നായി പാടിയ അയാളുടെ വോയിസ് ഒക്കെ നല്ലതായിട്ട് എടുത്തു. കുറേ നേരം പഠിച്ചെടുത്തു. ആശാമരാളം. അതെ, താളമേകി. അതെ, അത് ആശാമരാളം എന്ന് പറയുമ്പോൾ കറക്റ്റ് മലയാളങ്ങളുടെ നടപ്പുണ്ടല്ലോ. ശരിക്കും അതിനുള്ള താളം ഉണ്ടല്ലോ, അരയനങ്ങളുടെ നടപ്പ്. ആശയുടെ മലയാളമാണ്. അതിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ താളമാണ്. മായാമയൂരം പീലി നിർത്തി ആശാ മലയാളം
താളം താളമേകി. അതെ, ഓ, അതാണ്. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് എൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കാനല്ല. അത് പാടിയിരിക്കുന്നതും ഭയങ്കര രസമല്ലേ സാറേ? ജോൺസൺ എന്ന് പറഞ്ഞത് മലയാളത്തിലെ 1 നമ്പർ ആളാണ്. അർത്ഥം സിനിമയിലെ ഈ ഭയങ്കര പാട്ടാ. അതെ, നീലേ അതിൽ ചില ടിപ്പിക്കൽ ചില സാധനങ്ങളുണ്ട്. അതിൽ ഒരേ ലൈൻ തന്നെ പല ട്യൂണുകൾക്ക് ഉപയോഗിച്ചത്. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തൊടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. പ്രണയവും ചന്ദ്രനും ചന്ദ്രകാന്തക്കല്ലുമായിട്ടുള്ള അതേ അടുത്ത ട്യൂണ് ഇത് തന്നെയാണ് ആ പാടി. ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. അത് സാറിനെ നമ്മൾ കഷ്ടപ്പെട്ട് രണ്ടാമത്തെ വരി എഴുതും. ഞാൻ പറഞ്ഞു ഇതന്നെ ആ വരി തന്നെ നമുക്ക് ഉപയോഗിക്കാണ്. ആ ജോൺസണും പറഞ്ഞു അതന്നെ. അപ്പോഴേക്കും അതിന്റെ ആ റിപ്പീറ്റേഷൻ ഭയങ്കര സുഖമാണത്. നല്ല അത് കേൾക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും അതാണ്. ദൂരെ കണ്ടാൽ മനമലിയും ചതയമന്ത്രചിന്ത്. അതാണ് ഇതൊക്കെ അതിന്റെ സൂത്രമാണ്. അത് വന്നപ്പോഴാണ് ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. ആ വരികൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണ്. സത്യനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ടഫായിട്ടുള്ളൊരു ട്യൂണാണ് ശരിക്കത്. ഇത് ഞാൻ ഈസി ആയിട്ട് എഴുതിയപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ മതി, ഇനി വേറെ ആൾ വേണ്ടാന്ന് വിചാരിച്ചു തോന്നുന്നു. കാരണം പിന്നെ അപ്പോഴേക്കും പിന്നെ തുടർച്ചയായിട്ട് ഞങ്ങൾ കൂടുകയാണ്. പിന്നെ തുടർച്ചയായിട്ട് അതുപോലെ ഇത് മഴവിൽക്കാവടിയിലുണ്ട് തങ്കത്തോണി തെന്മലയോരം. അതൊക്കെ ഈ ഇതല്ലേ വിരോധോക്തിയല്ലേ. തങ്കത്തോണി തെന്മലയോരം കണ്ടു, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടു. കേട്ടാത്തൊന്നും അവിടെ ഇത് കണ്ടതിന് വിധെന്താണ്, പക്ഷേ അത് നിലാവാണ്. പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീലക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാൻ എന്നെത്താനുണ്ട് തങ്കത്തോണി. ഭയങ്കര മൂടാതെ. അത് ശരിക്കും ആദ്യം വേറെ എന്തോ ഒരു വാക്കാണ് എഴുതിയത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വാക്ക് കിട്ടും. ഇത് ആദ്യത്തെ വാക്കിലാണ് നമ്മൾ കയറി പിടിക്കുക. കുറച്ചുകൂടി നല്ല വാക്ക് കിട്ടും നോക്കാം. പറഞ്ഞു ഞാൻ ഇത് തങ്കത്തോണി വന്നപ്പോൾ ഇതാണ് ഓക്കെ. രസമുള്ള ഭാവനയല്ലേ. തെന്മലയോരം കണ്ടു തങ്കത്തോണി, പക്ഷെ പാൽക്കാവടി കൂടിയാണ് കണ്ടത്. രണ്ടിടത്തും നിലാവാണ്. വിരോധോക്തിയാണ്. അത് രസമുള്ള സംഭവം. നീലരാവിൽ ഇന്ന് നിന്റെ താരസാരമിളകി. നീലരാവിൽ കുടുംബസമേതം അസാധ്യപ്പെട്ടു നിന്റെ താരഹാര ഇളകി കുടുംബസമേതം. അത് ആദ്യം പാടാൻ വന്നത് നമ്മുടെ മോളാണ്, നമ്മുടെ പിന്നെ മിൻമിനി. അന്ന് അതിൽ മിൻമിനിക്ക് വേറെ പാട്ടുമുണ്ട്. അപ്പോൾ ഇത് ആദ്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് ട്രാക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം മോളെ പഠിപ്പിച്ചു. അവൾ പാടുമ്പോൾ അപ്പോഴാണ് രാജാമണിയൊക്കെ ഉണ്ടായത്. രാജാമണി അസ്ഥി എന്ന രാജാമണി. അപ്പോൾ രാജാമണി പറഞ്ഞു ഇവള് ഭയങ്കര സൂപ്പർ ഹിറ്റാണ് ഇപ്പം എന്ന്. ആദ്യത്തെ പാട്ട് ചിന്ന ചിന്ന ആശ അതാണ് സൂപ്പർ ഹിറ്റ്. ഞാൻ പറഞ്ഞു അത് ഇവളാണോ, ചെറിയ മോള് ഇവള്. അതെ അസാധ്യമായിട്ട് പാടി. എന്നിട്ട് ഇത് പാടി കേട്ടപ്പോഴേക്ക് അടിപൊളി. പിന്നെയാണ് ദാസേട്ടൻ വന്ന് പാടിയത്. ശ്യാമരാജിയിൽ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴുമാരവങ്ങളിൽ. അതെ, അടിപൊളി പാട്ടായിരുന്നു. അലർശര പരിതാപം കേൾപ്പൂ ഞാൻ കേൾപ്പൂ അഴകിൻ തര തരര തര തരര. അതൊക്കെ ടഫാൻ ട്യൂണ്, പക്ഷെ അതൊക്കെ ഈസിയായിട്ട് വന്നത്. നല്ലൊരു സോങ് ആയിരുന്നു. നീലരാവിലോ സദ്യ പാട്ടാ. എന്റെ ജോൺസനെ മറക്കാൻ പറ്റാത്ത പാട്ട്. അതെ, ജോൺസൺ മാഷിന്റെ ഏറ്റവും നല്ല പാട്ടുകൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം പിടിക്കാം. ശ്യാമാംബരം എന്താ പറയാ, ആവർത്തിച്ചിങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അങ്ങനെ നമുക്ക് പാടാൻ പാടാണ്. പിന്നെ ഇല്ല, പാടാൻ തോന്നിയാൽ തന്നെ നല്ലതായി. അതെ, പാട്ടുണ്ട് എന്നുള്ളതാണ്. അതെ. അതേപോലെ സാറേ വേണുഗോപാൽ പാടിയ ആകാശഗോപുരം, കളിക്കളത്തിലെ പാട്ട്. ആകാശഗോപുരം പൊന്മണി മേടയായി. അതിൽ മുഴുവൻ ഇയാളുടെ കളികളാണ് ശരിക്കും. അതെ, സൂത്രങ്ങളാണ്. അയാളുടെ യാത്രകളും പ്രണയവും ശോഭനയായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ളൊരു സൂത്രമാണ് അതിലത്തെ എല്ലാം. അതിൽ ഈ
നമ്മൾ ശരിക്ക് മുരളിയുടെ പക്ഷത്തെ ഉണ്ടാവുക. അതെ അതെ. പാവം അയാൾ എന്ത് ചെയ്തു? ഒരു കുറ്റം ചെയ്ത് അയാൾ ഇങ്ങനെ അനുഭവിക്കുക. പക്ഷെ ശരിക്കും കള്ളന്റെ കൂടെ ആയിരുന്നു നമ്മൾ. നമ്മളെ കള്ളുടെ കൂടെ ആയിപ്പോയി. അതെ ശരിക്കും അയാളാണ്. മറ്റേയാളാണ് നായകൻ. നായകൻ, നായകൻ മറ്റേയാളാണ്. പക്ഷെ ശരിക്കും കാര്യമില്ല. അതെ അതെ. അത് നല്ലൊരു സിനിമയായിരുന്നു, നല്ല തീമായിരുന്നു. മഴവിൽക്കാവടിയിൽ മൈനാകപ്പൊന്മുടിയിൽ പൊന്നുരുകി തോയി പോയി. അതിന് വിഷ്വൽ ഭയങ്കര രസമാണ്. ഈ മൈനാക പൊന്മുടി എന്നൊക്കെ പറയുമ്പോൾ ഇതിലെങ്ങനെയാ വെച്ചാൽ ഈ മൊട്ട തലയിൽ കളഭം പൂശുന്നതാണ്. ഒന്ന് കണ്ടു നോക്കോ. അതെ, പൊന്നുരുകി തോയി പോയി. ഭയങ്കര അതിനൊരു കോൺട്രാസ്റ്റ്. ചന്ദനം. അതെ, ചന്ദനം ഇങ്ങനെ പഴനിമലയിൽ. അതെ അതെ. ഓ, അതെങ്ങനെ വന്നു? യാദൃച്ഛികമായി വന്നതാണ്. അതെ യാദൃച്ഛികം. അത് അങ്ങനെ വന്നിട്ട്, പക്ഷെ അതിന്റെ വിഷ്വൽ പുള്ളി അങ്ങനെ കണ്ടെത്തിയ. പക്ഷെ അത് ഭയങ്കര സംഭവമല്ലേ. അതെ, ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഭയങ്കര സംഭവം. ഞെട്ടിപ്പോയി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് പറയുമ്പോഴേ കൈ കൊടുത്തു ഞാൻ. ഇങ്ങനെ ഒരു സംഭവം ശരിക്കും എല്ലാം മുട്ടത്തലകള്, കുറെ മുട്ടത്തലകള് ചന്ദനം ഇങ്ങനെ വെച്ചിട്ട്. ഇതൊരു പുതിയ ഇൻഫർമേഷൻ. ഭയങ്കര രസമാണ് അത് കാണാൻ. അതൊക്കെ ആണ് ഡയറക്ടർ എന്ന് പറയുന്നത്.